ഇത്താത്ത ഇത്താത്താൻ ഉമ്മ വിളിക്കുന്നു. എന്നാ ഞാൻ അങ്ങോട്ട് പോട്ടെ. വാ വാ വാ. എന്താ ഇവിടെ ഇരിക്കേ. അതെ, ഉമ്മയൊന്നും വിളിച്ചില്ല, ഞാൻ വെറുതെ പറഞ്ഞതാ. ഓഹോ. ഇത്താത്ത എനിക്ക് ഫിദത്താത്താടെ ഇൻസ്റ്റ ഐഡി എന്ന് പറഞ്ഞുതരോ? എന്തിനാ? അതൊക്കെ ഉണ്ട്. കാര്യം എന്താന്ന് പറഞ്ഞാ തരാം. ഇത്താത്ത തരാൻ പറ്റുമോ ഇല്ലയോ? എന്തൊരു കഷ്ടമല്ലേ. അല്ലെങ്കിലും നമ്മുടെ റോഡിലൂടെ വണ്ടി ഓടിക്കുന്ന ഭയങ്കര ടാസ്ക് ആയിട്ട്. ആകെ ഒരടി വീതിയുള്ള റോഡിലൂടെ ഒന്ന് കട്ട് ചെയ്യുമ്പോഴേക്കും സീനാണ്. പിന്നെ ജസ്റ്റ് ഒരു ഓട്ടോ ബാങ്ക് ഓപ്പോസിറ്റ് വന്നപ്പോൾ പണി വാളി. നീ ഒരു കാര്യം ചെയ്യ്, ആ കമ്പനിപ്പടിയിൽ ഒരു വർക്ക്ഷോപ്പ് ഉണ്ട്, അവിടെ കൊണ്ടുപോയി കൊടുക്ക്. അല്ലേക്കാ ഞാൻ തന്നെ കൊണ്ടുപോയി കൊടുക്കണോ? നീ കൊണ്ടുപോയി കൊടുക്കണം, ഇതിന്റെ പൈസ കൊടുക്കണം. പൈസ കല്യാണമൊക്കെ കഴിഞ്ഞിട്ടേ ആകെ പാളീസായിട്ടിരിക്കണേക്കാ. യാസ്മിന് വന്നിട്ടുണ്ടായ പ്രധാന മാറ്റം ഒരു പാത്രം പോലും എടുത്തു വെക്കാത്ത ജംഷു ഇപ്പൊ അടുക്കള കയറി എന്നുള്ളതാ. ജംഷു ചെയ്യുന്ന കണ്ടിട്ട് ഷാജിക്ക് അവരെ സ്വന്തം പാത്രം കഴുകി വെക്കാൻ തുടങ്ങി. അപ്പൊ നിന്റെ പണി കുറഞ്ഞല്ലോ. ആ, ഒരു പരിധി വരെ പിള്ളേർക്ക് ഒരിത്തിരി ഒതുക്കം കിട്ടാനായിട്ട് നേരത്തെ കെട്ടിക്കുന്നത് തന്നെ നല്ലത്. ജിമ്മിയുടെ കാര്യമായോണ്ടാ എനിക്ക് വലിയ ഉറപ്പൊന്നുമില്ല. കല്യാണൊക്കെ നമ്മൾ വിചാരിച്ചേക്കാൾ ഉഷാറായി. അതെ അതെ, ഇതിലും മോക്കൊക്കെ എവിടെ വരെ എവിടെ വിരുന്ന് തുടങ്ങിയിട്ടുള്ളൂ. ഇന്ന് വൈകിട്ട് നൗഷാദിന്റെ അവിടെ പോകണം, നാളെ നിലമ്പൂരും. ഇപ്പൊ പോകാതിരിക്കാനും പറ്റില്ല. നീ ആ ഫോൺ അവിടെ വെച്ചിട്ട് കഴിക്കുമ്പയ്യും. ഇക്ക, ഞാൻ ഖദീജിത്താനോട് പറയുമായിരുന്നു, കഴിഞ്ഞ ദിവസം യാസ്മിന്റെ വീട്ടിൽ പോയപ്പോ ഫിദയുടെ ഉമ്മ എന്നോട് ജിമ്മിയെ പറ്റി കാര്യമായിട്ടൊക്കെ ഒന്ന് അന്വേഷിച്ചു. അവർക്ക് ഇവനോട് നല്ല താല്പര്യം ഉണ്ടെന്നേ, അല്ലേ ഇക്ക? അതെ അതെ, നമുക്ക് ആ കുട്ടി ഇവന് വേണ്ടി ഒന്ന് ആലോചിച്ചാലോ? എനിക്കിഷ്ടായി. നല്ല ഭംഗിയുള്ള കുട്ടിയാ, നല്ല വിദ്യാഭ്യാസം ഉണ്ട്, കാര്യപ്രാപ്തി ഉണ്ട്. ജിമ്മി, നീ എന്തെങ്കിലും ഒരു അഭിപ്രായം പറ. അവനിതൊന്നും ശ്രദ്ധിക്കണ പോലുമില്ല. ജിമ്മി, നീ എന്തേലും ഒന്ന് പറയടാ. നിങ്ങൾ ഈ സംസാരിക്കുന്നത് ഫിദ അറിയുന്നുണ്ടോ? എനിക്ക് ആ കൊച്ചിനോട് സംസാരിച്ചപ്പോൾ അവൾക്ക് കല്യാണം കഴിക്കാനുള്ള വൈബായില്ലെന്ന് തോന്നി. എന്താണ് ഈ വൈബ്? വാപ്പച്ചിയുടെ ടെൻഷൻ കണ്ടാ തോന്നുന്നു എനിക്ക് എന്തോ ആ കുട്ടിക്ക് താല്പര്യമില്ലെങ്കിൽ അതിന്റെ ഉമ്മ വന്ന് ഇത്ര കാര്യമായിട്ട് എന്നോട് സംസാരിക്കോ ഇല്ലേക്കാ? മോളെ ഫിദ വല്ലതും പറഞ്ഞോ? ഫിദത്താത്തക്ക് ചിക്കാക്കനോട് ഇഷ്ടക്കേടൊന്നും ഇല്ലെന്ന് എനിക്കറിയാം. ഇനി ഇത് നടക്കുകയാണെങ്കിൽ നല്ലതല്ലേ? അത് പൊളിക്കും. എന്നാ പിന്നെ നമുക്ക് ഇതും കൂടെ പ്രൊസീഡ് ചെയ്യാം അല്ലേ? ഞാൻ ഒരു കാര്യം ചെയ്യാം, ഞാൻ സംസാരത്തിന്റെ ഇടയിൽ അവരോടൊന്ന് ചോദിച്ചു നോക്കാം നൈസായിട്ട്. അവർക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഇക്കവിനെ ഒഫീഷ്യലായിട്ട് ചോദിച്ചാൽ മതി. അതിന് ഇവൻ എന്തെങ്കിലും പറയണ്ടേ? എങ്കിലല്ലേ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റും. ചായക്ക് മെതിടാൻ സമയം തോന്നുന്നു. ചുമ്മാ ജാടാണിക്കണം. ഇപ്പൊ തന്നെ ഫിദത്താത്തയായിട്ടാണ് ചിക്കായ ചാറ്റ് ചെയ്യണേ.